ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ആതിര. നമ്മൾ ഇന്ന് മുതൽ ഇൻകം ടാക്സ് എന്ന മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻകം ടാക്സിൽ പ്രധാനമായിട്ടും ആദ്യ കുറച്ച് ഭാഗങ്ങളിൽ ബേസിക് ടേംസ് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? അസസ്മെൻറ്റ് ഇയർ എന്താണ്, പ്രീവിയസ് ഇയർ, പേഴ്സൺ അസസി ഇൻകം, പിന്നെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. ഒരു ബേസിക് കൺസെപ്റ്റ്. അത് കഴിയുമ്പോൾ നമുക്ക് റേറ്റ്സ് പഠിക്കാനുണ്ട്. പിന്നെ ഓരോ ടോട്ടൽ ഇൻകത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഓരോ ഹെഡിങ്, ഇപ്പോൾ ഏതൊക്കെയാണ്? ഇൻകം ഫ്രം സാലറി, പിന്നെ ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ്, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സസ്, അത്രയും നോക്കണം. പിന്നെ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം എന്താണ്, അതിൽ നിന്നുള്ള ഡിഡക്ഷൻ, എക്സംഷൻ, ടാക്സ് പ്ലാനിങ്, പിന്നെ ITR. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടോട്ടലായിട്ട് ഇൻകം ടാക്സിൽ നോക്കാനുള്ളത്. നമുക്ക് ആദ്യം നമ്മൾ എടുക്കുന്നത് ബേസിക് ടേംസ് ആണ്. ടോട്ടൽ ഇൻകം വരെയുള്ള ബേസിക് ടേംസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് ഒറ്റ PDF ആണ്. ഞാനത് ഒരു 30 മിനിറ്റ്സിൽ ലെസ് ആയിട്ടുള്ള ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ക്ലാസ്സുകൾ എല്ലാവരും കാണുക. കൂടാതെ ഇത് കഴിയുമ്പോൾ, അതായത് ബേസിക് ടേംസ് പഠിച്ച് കഴിയുമ്പോൾ പിന്നെ ഉള്ളത് ഏതൊക്കെയാണ്? ഇൻകം ഫ്രം സാലറി. അങ്ങനെ ഓരോ ടോപ്പിക്ക് നമുക്ക് പഠിക്കണം. അപ്പോൾ അധികം ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലംസ് ഒന്നും നോക്കാൻ പറ്റില്ല. പക്ഷേ ഓവറോൾ ആയിട്ട് നമുക്ക് ഓരോ ഹെഡിങ്സും പഠിക്കേണ്ടതുണ്ട്. പിന്നെ ഡിഡക്ഷൻസ് ആയാലും ഫുള്ളൊന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ലെങ്കിൽ കൂടി ജസ്റ്റ് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു പോകേണ്ട ആവശ്യമുണ്ട് അല്ലേ. പിന്നെ ടാക്സ് പ്ലാനിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചൊരു 2-3 ദിവസത്തിനുള്ളിൽ തീർക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം ഞാൻ ഇടാം. ഇന്ന് തന്നെ എത്ര വീഡിയോസ് ഇടാൻ സാധിക്കുന്നത്. എന്തായാലും ബേസിക് ടേംസ് ഫുൾ തീർക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ബേസിക് ടേംസ് ഫുൾ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇൻകം ഫ്രം സാലറി, ഹൗസ് പ്രോപ്പർട്ടി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതും തീരും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് 2 ദിവസത്തിനുള്ളിൽ നമുക്ക് ടാക്സ് തീർക്കാമെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം ഞാൻ കവർ ചെയ്യാം. നിങ്ങളും ക്ലാസ്സുകളും മുടങ്ങാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇന്നലെ 6 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകൾ ഇന്നലെയാണ് അപ്ലോഡ് ചെയ്തത് അല്ലേ. 5 ക്ലാസ് ഇന്നലെ അപ്ലോഡ് ചെയ്തു. 5 ക്ലാസ്സുകൾ നിങ്ങൾ കാണുക, എന്നാൽ മാത്രമേ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. PDF മാത്രം വായിക്കാതെ ക്ലാസ്സുകളും കൂടി ഒന്ന് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഇൻകം ടാക്സ് ആക്ട്, ബേസിക് കൺസെപ്റ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിതിൽ പറയുന്നത്. അതിന് മുന്നേ ആയിട്ട് ടാക്സ് എന്താണ്, ഫൈൻ എന്താണ്, ഫീസ് എന്താണ്, പെനാൽറ്റി എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ടാക്സ് എന്ന് പറയുന്നത് ഒരു കമ്പൽസറി ചാർജാണ് അല്ലേ. ഒരു കോമ്പീറ്റൻറ്റ് അതോറിറ്റിയുടെ ഒരു കമ്പൽസറി ചാർജിനെയാണ് നമ്മൾ ടാക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫീസ് എന്താണ്? ഫീസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സർവീസ് ചെയ്ത് കഴിയുമ്പോൾ അതിന് ചാർജ് ചെയ്യുന്ന കൺസിഡറേഷനെയാണ് ഫീസ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ആ ടേംസ് അറിയാൻ വേണ്ടി മാത്രം പറയുന്നതാട്ടോ. ഫൈനും പെനാൽറ്റിയും എന്ന് പറയുന്നത് ഒരു പണിഷ്മെൻ്റ് ആയിട്ട്, ഏതെങ്കിലും ലോസോ അല്ലെങ്കിൽ എന്തെങ്കിലും റൂൾസൊക്കെ നമ്മൾ വയലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പണിഷ്മെൻ്റ് ആയിട്ട് ഇമ്പോസ് ചെയ്യുന്നതാണ് ഇത് ഫൈൻ, പെനാൽറ്റി തുടങ്ങിയവ. ഈ 4 എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇൻകം ടാക്സ് ആക്ട് എന്താണ് അത് നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ടാക്സ് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജെയിംസ് വിൽസൺ ആണ്. 1860 ആദ്യമായിട്ട് ഇൻകം ടാക്സ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ജെയിംസ് വിൽസൺ ആണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു ജെയിംസ് വിൽസൺ എന്ന പേര് ഓർത്ത് വയ്ക്കാം. ഇനി income tax, being a direct tax, is an important tool to achieve balanced socio-economic growth by providing concession and incentives in income tax for various developmental purposes. എന്തിനാണ് നമ്മൾ ഇൻകം ടാക്സ് ഏർപ്പെടുത്തുന്നത്? ഒരു ബാലൻസ്ഡ് സോഷ്യോ ഇക്കണോമിക് ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ആരൊക്കെയാണ് ഹൂ ഈസ് ലയബിൾ ടു പേ ഇൻകം ടാക്സ്? ആരാണ് ഇൻകം ടാക്സ് പേ ചെയ്യേണ്ട ആൾക്കാർ? ആരൊക്കെയാണ്? Every person whose taxable income for the previous financial year exceeds the minimum taxable amount. പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിൽ മിനിമം ടാക്സബിൾ എമൗണ്ടിനേക്കാളും കൂടുതൽ ടാക്സബിൾ ഇൻകം ഉള്ള എല്ലാ പേഴ്സൺസും ആരാണ്? ഇൻകം ടാക്സ് പേ ചെയ്തിരിക്കണം. ഓക്കെ. Every person whose taxable income for the previous financial year exceeds the minimum taxable limit is liable to pay to the central government income tax during the current financial year on the income of the previous financial year. Previous financial year നമ്മൾ എപ്പോഴാണ് ടാക്സ് പേ ചെയ്യുക? കറൻറ്റ് ഫിനാൻഷ്യൽ ഇയറിലായിരിക്കും. ഓക്കെ.
ഇനി ഇത് വന്നത് ദിസ് ആക്ട് മേ ബി കോൾഡ് ആസ് ദ ഇൻകം ടാക്സ് ആക്ട് 1961 എന്നാണ് വിളിക്കുന്നത്. ഇത് ഹോൾ ഓഫ് ഇന്ത്യ എക്സ്റ്റെൻഡ് ആണ്. പിന്നെയോ വന്നത് കെയിം ടു ഫോഴ്സ് ആയത് 1 April 1962 എന്നുള്ളതും ഓർത്തു വയ്ക്കുക. 1 April 1962. ബേസിസ് ഓഫ് ചാർജ് പറയുന്നതിന് മുന്നേ നമുക്ക് ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഒരു ഡയറക്റ്റ് ടാക്സ് ആണെന്ന് പറഞ്ഞു അല്ലേ. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്. GST എന്ന് പറയുന്നത് ഏത് ടാക്സ് ആണ്? ഇൻഡയറക്റ്റ് ടാക്സ് ആണ് കേട്ടോ. GST ഇൻഡയറക്റ്റ് ടാക്സ് ആണ്, അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇൻകം ടാക്സ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജെയിംസ് വിൽസൺ 1860 അതൊരു 1857 മിലിറ്ററി മ്യൂട്ടണിയുടെ ഭാഗമായിട്ട് കുറേ ലോസസ് ഒക്കെ വന്നു. അപ്പോഴാണ് എന്ത് ചെയ്തത്? ആ ലോസസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജെയിംസ് വിൽസൺ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ഇൻകം ടാക്സ് എങ്ങനെയാണ് ഇപ്പോഴത്തെ രീതിയിലേക്ക് വന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്, കുറേ വർഷങ്ങളായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പം അതെല്ലാം നമുക്ക് പഠിക്കണ്ട, എന്നാലും അറിഞ്ഞിരിക്കുക കേട്ടോ. ഇപ്പോൾ വെൽത്ത് ടാക്സ് പാസ് ചെയ്തത് 1957 ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. 1957 പിന്നെ ഇൻകം ടാക്സ് ആക്ട്, ഇൻകം ടാക്സ് റൂൾസ് ഒക്കെ വന്നത് 1962 നമ്മൾ ആക്ട് എന്ന് പറയുമ്പോൾ എന്ത് പറയും? ഇൻകം ടാക്സ് ആക്ട് 1961 എന്ന് പറയും. പക്ഷെ അത് ശരിക്കും വന്നത് എന്നാണ്? 1 April 1962 അത് കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി ബേസിസ് ഓഫ് ചാർജ് ഓഫ് ഇൻകം ടാക്സ്. അത് വരുന്നത് സെക്ഷൻ 4 സെക്ഷൻ 4 ബേസിസ് ഓഫ് ചാർജ് ഓഫ് ഇൻകം ടാക്സ് വരുന്നത്. എന്തൊക്കെയാണ് ബേസിസ് വരുന്നത്? ഇൻകം ടാക്സ് ഈസ് ആൻ ആനുവൽ ടാക്സ് ഓൺ ഇൻകം അല്ലേ, വർഷാവർഷമുള്ള ആനുവൽ ടാക്സ് ആണ്. പിന്നെയോ ഇൻകം ഓഫ് പ്രീവിയസ് ഇയർ ഈസ് ടാക്സബിൾ ഇൻ ദ നെക്സ്റ്റ് ഫോളോയിങ് അസസ്മെന്റ് ഇയർ at the rate or rates applicable to that assessment year. However, there are certain exemptions to this rule. അതായത് പ്രീവിയസ് ഇയറിലെ ഇൻകം നെക്സ്റ്റ് അസസ്മെൻറ്റ് ഇയറിലാണ് ടാക്സബിൾ ആവുന്നത്. പ്രീവിയസ് ഇയറിലെ ഇൻകം നെക്സ്റ്റ് അസസ്മെൻറ്റ് ഇയറിലാണ് ടാക്സബിൾ ആവുന്നത്. ഇതായി ബന്ധപ്പെട്ട് കുറച്ച് എക്സെപ്ഷൻസും ഉണ്ട്, അത് നമുക്ക് പിന്നെ നോക്കാം. ഇനി മൂന്നാമത്തത് ടാക്സ് റേറ്റ്സ് ആർ ഫിക്സഡ് ബൈ ദ ആനുവൽ ഫിനാൻസ് ആക്ട്. ആനുവൽ ഫിനാൻസ് ആക്ട് ആണ് ടാക്സ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ടാക്സ് ഈസ് ചാർജഡ് ഓൺ എവറി പേഴ്സൺ ആസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 231. 231 പേഴ്സണെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ആ പേഴ്സൺ എല്ലാവരും എന്താണ് ടാക്സ് കൊടുത്തിരിക്കണം. Then tax is charged on the total income of every person computed in accordance with the provision of this tax. അപ്പോൾ ടോട്ടൽ ഇൻകത്തിൻ്റെ ചാർജിലാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ടാക്സ് കൊടുക്കേണ്ടത്. ടോട്ടൽ ഇൻകം കണ്ടിട്ട് അതിൻ്റെ ഒരു ഇതാണ് എന്ത് ടാക്സ് നമ്മൾ കണക്കാക്കുന്നത്. Income tax is to be deducted at the sources or paid in advance as provided under the provisions of the act. നമുക്ക് സോഴ്സ്, അതായത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയില്ലേ, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിലോ അഡ്വാൻസ് ആയിട്ട് നമുക്ക് പേ ചെയ്യാവുന്നതാണ്. അപ്പോൾ 6 ബേസിസ് ഓഫ് ചാർജിൽ വരുന്നത്. സെക്ഷൻ ഏതാണ്? ബേസിസ് ഓഫ് ചാർജിൻ്റെ സെക്ഷൻ 4 ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ദെൻ the total income is computed on the basis of the residential status of the assessee in the manner provided hereunder is classified into the following 5 heads. 5 headsലേക്കാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അസസ്സിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ബേസിലാണ് നമ്മൾ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഹെഡിങ്സ്? ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇങ്ങനെ 5 ഹെഡ്സ് ആണുള്ളത്. ഈ 5 ഹെഡ്സ് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. 5 ഹെഡ്സും എന്തൊക്കെയാണ്, അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിച്ചു പോവാം. അത് അടുത്ത ക്ലാസ്സിലൂടെ ഇൻകം ഫ്രം സാലറി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. അപ്പോൾ ക്ലാസ്സൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. അപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ജൂനിയർ അക്കൗണ്ടൻ്റായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എക്സാംസായി ബന്ധപ്പെട്ട് ക്ലാസ്സുകളൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ബേസിക് ടേംസ് ഏതൊക്കെയാണ്, ടാക്സായി ബന്ധപ്പെട്ട ബേസിക് ടേംസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഡെഫിനിഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഈ ഡെഫിനിഷൻസ് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ സെക്ഷനും പഠിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ
അസസ്മെൻറ്റ് ഇയർ എന്താണ്? അസസ്മെൻറ്റ് ഇയറിൻ്റെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 2(9). അസസ്മെൻറ്റ് ഇയറിൻ്റെ സെക്ഷൻ ഏതാണ്? 2(9). സെക്ഷൻസ് എന്തായാലും പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അസസ്മെൻറ്റ് ഇയർ മീൻസ് ദ പീരിയഡ് ഓഫ് 12 months commencing from the first day of April and ending on 31st March of the next year. അപ്പോൾ 12 മാസമുള്ള ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. An assessee is liable to pay tax on the income of the previous year during the next following assessment year. Previous yearലെ ടാക്സ് നമ്മൾ എപ്പോൾ പേ ചെയ്യണം? അടുത്ത അസസ്മെൻറ്റ് ഇയറിലാണ് പേ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഡ്യൂറിംഗ് ദ അസസ്മെൻറ്റ് ഇയർ 2018-19 ടാക്സ് ഷാൾ ബി പെയ്ഡ് ഫോർ ദ പ്രീവിയസ് ഇയർ 2017-18. അപ്പോൾ 2017-18 പ്രീവിയസ് ഇയർ. അതിൻ്റെ ടാക്സ് നമ്മൾ എപ്പോൾ പേ ചെയ്യണം? അസസ്മെൻറ്റ് ഇയർ ആയ 2018-19 പേ ചെയ്യേണ്ടത്. അപ്പോൾ അസസ്മെൻറ്റ് ഇയറിൻ്റെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 2(9). സെക്ഷൻ 2(9). അടുത്തത് പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൻ്റെ സെക്ഷൻ 3 ആണ്. പ്രീവിയസ് ഇയർ സെക്ഷൻ 3. Previous year means the financial year immediately preceding the assessment year. Previous yearലെ ടാക്സ് ആലോ നമ്മൾ അസസ്മെൻറ്റ് ഇയറിൽ കൊടുക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? അസസ്മെൻറ്റ് ഇയറിൻ്റെ തൊട്ട് മുമ്പുള്ള ഫിനാൻഷ്യൽ ഇയറിനെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അതും എന്താണ്? ഫസ്റ്റ് ഏപ്രിൽ മുതൽ 31st മാർച്ച് വരെയുള്ള ഒരു 12 month പീരീഡാണ്. പിന്നെ ഈ പ്രീവിയസ് ഇയറിൽ ഒരു കാര്യം പറയുന്നത് നോക്കി. ഇൻ ദ കേസ് ഓഫ് എ ന്യൂലി സെറ്റപ്പ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഓർ എനി അതർ ന്യൂ സോഴ്സ് ഓഫ് ഇൻകം ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ, ദ പ്രീവിയസ് ഇയർ വിൽ ബിഗിൻ ഫ്രം ദ ഡേറ്റ് ഓഫ് സെറ്റിംഗ് അപ്പ് ഓഫ് ദ ന്യൂ ബിസിനസ്. നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കറക്റ്റ് നമ്മൾ ഏപ്രിൽ 1 അങ്ങനെയൊന്നും ആയിരിക്കില്ല തുടങ്ങുന്നത്. ഇപ്പോൾ ഓഗസ്റ്റിലാവാം അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പ്രീവിയസ് ഇയർ എപ്പോൾ ബിഗിൻ ചെയ്യും? ആ ന്യൂ ബിസിനസ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്തോ ആ ഡേറ്റ് ായിരിക്കും അതിൻ്റെ പ്രീവിയസ് ഇയർ നോക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് വിൽ എൻഡ് വിത്ത് ദ സെഡ് ഫിനാൻഷ്യൽ ഇയർ. എൻഡ് ചെയ്യുന്നത് എന്തായിരിക്കും? 31st മാർച്ചിലായിരിക്കും. ഇപ്പോൾ ഓഗസ്റ്റിലാണ് ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഓഗസ്റ്റ് ടു അടുത്ത വർഷം 31st മാർച്ച് വരെ ഉള്ളതായിരിക്കും എൻ്റെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ അപ്പം എന്തുവരും? ലെസ് ദാൻ 12 months ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഓർത്തു വയ്ക്കും. ഇനി കുറച്ച് എക്സെപ്ഷൻസിൻ്റെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. അതാണ് ഇനി നോക്കാൻ പോകുന്നത്. എക്സെപ്ഷൻസ് ടു ദ ജനറൽ റൂൾ. ഏത് റൂളാണ്? ടാക്സേഷൻ ഓഫ് പ്രീവിയസ് ഇയേഴ്സ് ഇൻകം ഡ്യൂറിംഗ് ദ സെയിം ഇയർ. ഓക്കെ, income tax is charged on the income of the previous year during the assessment year. However, there are certain exceptions. ഇൻകം ടാക്സ് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്? പ്രീവിയസ് ഇയറിൻ്റെ ഇൻകത്തിലുള്ള ടാക്സ് നമ്മൾ അസസ്മെൻറ്റ് ഇയറിലാണ് കൊടുക്കുന്നത് അല്ലേ, ചാർജ് ചെയ്യുന്നത്. അതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് എക്സെപ്ഷൻസ്? ഒന്നാമത്തത്, ഇൻകം ഓഫ് നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്. ഇതിൻ്റെ ഈ ഹെഡിങ്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഹെഡിങ്സ് മനസ്സിലാക്കണം. ചിലപ്പോൾ അത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ ഹെഡിങ്സ് 5 ഹെഡിങ്സേ ഉള്ളൂ. ഇതൊന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ ഹെഡിങ് ഏതാണ്? ഇൻകം ഓഫ് നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്. ഷിപ്പിംഗ് ബിസിനസ്സിൻ്റെ നോൺ റെസിഡൻറ്റ് അവർക്കുണ്ടാകുന്ന ഇൻകം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ ഇയറിൽ തന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, in the case of a non-resident carrying on shipping business which has no representative in India, any income derived from carrying passengers, livestock, mail or goods shipped at a port in India will be taxed in the year of its earning. ഏത് ഇയറിലാണോ ഏർണിംഗ് കിട്ടിയത് ആ ഇയറിൽ തന്നെ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. 72 അല്ല, ഇവിടെ 7(1/2) ആണ്. 7(1/2) of the amount paid or payable on account of such carriage will be deemed to be the income. In fact, such a ship will not be allowed to leave the port till the tax on such income has been paid or alternate arrangement to pay tax are made. സെക്ഷൻ 172 ഇത് പറയുന്നത്. അതായത് ഇപ്പം ഒരു ഷിപ്പിംഗ് ബിസിനസ് നടത്തുന്ന നോൺ റെസിഡൻറ്റിൻ്റെ ഇൻകം അതെപ്പോൾ ടാക്സ് കൊടുക്കണം? എപ്പോഴാണോ ഏണിങ് കിട്ടുന്നത് ആ ഇയറിൽ തന്നെ നമ്മൾ ടാക്സ് കൊടുക്കണം. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് സെക്ഷൻ 172. രണ്ടാമത്തത്, ഇൻകം ഓഫ് പേഴ്സൺസ് ലീവിങ് ഇന്ത്യ. ഇന്ത്യ വിട്ടുപോകുന്ന പേഴ്സൺസ് അവരെന്ത് ചെയ്യാം? ഇപ്പോൾ ഒരു കറണ്ട് അസസ്മെൻറ്റ് ഇയറിൽ തന്നെ ഇന്ത്യ വിട്ടു പോകും എന്നുണ്ടെങ്കിൽ
ഇന്ത്യ വിട്ട് പോകൽ മാത്രമല്ല, അവർ ഇന്ത്യയിലേക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യുന്നില്ല, അങ്ങനെ ഒരു ഇൻറ്റൻഷനും അവർക്കില്ലെങ്കിൽ അവരെന്ത് ചെയ്യാം? ദ ടോട്ടൽ ഇൻകം ഓഫ് സച്ച് ഇൻഡിവിജ്വൽ ഫോർ ദ പീരീഡ് ഫ്രം ദ എക്സ്പയറി ഓഫ് ദ പ്രീവിയസ് ഇയർ ഫോർ ദാറ്റ് അസസ്മെൻറ്റ് ഇയർ അപ് ടു ദ പ്രോബബിൾ ഡേറ്റ് ഓഫ് ഹിസ് ഡിപ്പാർച്ചർ ഫ്രം ഇന്ത്യ ഷാൾ ബി ചാർജ് ടു ടാക്സ് ഇൻ ദ സെയിം അസസ്മെൻറ്റ് ഇയർ. ആ ഇയറിൽ തന്നെ, ആ സെയിം അസസ്മെൻറ്റ് ഇയറിൽ തന്നെ എന്ത് ചെയ്യുക? ടാക്സ് പേ ചെയ്യുക. അതിൻ്റെ സെക്ഷൻ വരുന്നത് 174. അപ്പോൾ ഏതൊക്കെ പഠിച്ചു? ഷിപ്പിംഗ് ബിസിനസ് നടത്തുന്ന നോൺ റെസിഡൻറ്റ് അപ്പം തന്നെ ടാക്സ് കൊടുക്കണം. പിന്നെയോ ഇപ്പോൾ പഠിച്ചത് ഇന്ത്യ വിട്ടു പോകുന്ന പേഴ്സൺസും അപ്പം തന്നെ ടാക്സ് കൊടുക്കുക. എപ്പോഴാണോ നമ്മൾ ഇൻകം ഏൺ ചെയ്യുന്നത് ആ ഇയറിൽ തന്നെ ടാക്സ് കൊടുക്കേണ്ട ആൾക്കാരുടെ കാര്യങ്ങളാട്ടോ പറയുന്നത്. 5 കാര്യങ്ങളേ ഉള്ളൂ. അടുത്തത് income of an association of persons or body of individual or an artificial juridical person formed for a particular event or purpose. ഒരു പർട്ടിക്കുലർ ഇവൻറ്റിന് വേണ്ടിയിട്ടോ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടോ നമ്മൾ കൂടിയേക്കുകയാണ്. ഇപ്പോൾ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് അങ്ങനെ കൂടിയിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഇവൻറ്റ് കഴിയുമ്പോൾ പിന്നെ അത് ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? ആ ഇയറിലെ ഇൻകം ആ ഇയറിൽ തന്നെ ടാക്സ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. Where it appears to the assessing officer that AOP എന്ന് പറഞ്ഞാൽ Association of Persons or BOI Body of Individuals or an artificial juridical person is formed or established or incorporated for a particular event. ഒരു പർട്ടിക്കുലർ ഇവൻറ്റിന് വേണ്ടിയിട്ടാണ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തതെങ്കിൽ ആൻഡ് ഈസ് ലൈക്ലി ടു ബി ഡിസോൾവ്ഡ് ഇൻ ദ അസസ്മെൻറ്റ് ഇയർ. ഈ അസസ്മെൻറ്റ് ഇയറിൽ അത് ഡിസോൾവും ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? The total income of such assessee for the period from the expiry of the previous year for that assessment year up to the date of its dissolution shall be chargeable to tax in that assessment year. ആ അസസ്മെൻറ്റ് ഇയറിൽ തന്നെ എന്ത് ചെയ്യുക? ആ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. സെക്ഷൻ 174A. അപ്പോൾ 172, 174, 174A. അടുത്തത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ്. ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരുമ്പോഴും ആ പേഴ്സൺസിൻ്റെ ടോട്ടൽ ഇൻകം എന്ത് ചെയ്യുക? നോക്കിയേ, the total income of such person for the period from the expiry of the previous year for the assessment year to the date when the assessing officer commences proceeding under section 175 shall be chargeable to tax in the same assessment year. അപ്പോൾ ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിലും അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്പോൾ തന്നെ നമ്മൾ ആ ഇയറിൽ തന്നെ, ആ അസസ്മെൻറ്റ് ഇയറിൽ തന്നെ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതാണ്. സെക്ഷൻ 175. ലാസ്റ്റ് വൺ, ഓൺ ഡിസ്കണ്ടിന്യൂസ് ഓഫ് എ ബിസിനസ് ഓർ പ്രൊഫഷൻ. സെക്ഷൻ 176 ആണ് വരുന്നത്. എപ്പോഴാണോ ഡിസ്കണ്ടിന്യൂവേഷൻ വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യണം? ആ സെയിം അസസ്മെൻറ്റ് ഇയറിൽ തന്നെ നമ്മൾ ടാക്സ് ചാർജ് ചെയ്യേണ്ടതാണ്. അസസ്മെൻറ്റ് ഇയർ ടാക്സ് ചാർജ് ചെയ്യുന്നതാണ്. അസസിങ് ഓഫീസർ. അത് സെക്ഷൻ വരുന്നത് 176 ആണ്. അപ്പോൾ 5 കാര്യങ്ങളാണ് പഠിക്കുന്നത് എക്സെപ്ഷൻസ് ആയിട്ട്. സെയിം ഇയറിൽ തന്നെ, പ്രീവിയസ് ഇയർ ഇൻകം സെയിം ഇയറിൽ തന്നെ നമ്മൾ ടാക്സ് കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തത് ഇൻകം ഓഫ് നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്, സെക്ഷൻ 172. ഇൻകം ഓഫ് പേഴ്സൺ ലീവിംഗ് ഇന്ത്യ, സെക്ഷൻ 174. ഇൻകം ഓഫ് AOP or BOI or an artificial juridical person formed for a particular event or purpose, section 174A. Transfer of property to avoid tax, section 175. On discontinuance of a business or profession, section 176. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പേഴ്സൺ ആണ്. പേഴ്സൺ കുറച്ച് വലുതായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ നോക്കി പോവാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കാം. ഞാൻ ഇത്രയായിട്ട് ആദ്യം ക്ലാസ് അപ്ലോഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പേഴ്സൺ ആരാണ്, അസസി ആരാണ്, ഇൻകം എന്താണ് എന്നൊക്കെ നോക്കാം. അപ്പോൾ ഇത്രയും നിങ്ങൾ പഠിക്കുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് കാണുക കേട്ടോ. അപ്പോൾ
ഇന്ന് തുടങ്ങുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇൻകം ടാക്സ് ഫസ്റ്റ് ക്ലാസ്, അടുത്ത ക്ലാസ്, അങ്ങനെ കാണുക. അത് കഴിയുമ്പോൾ ഇന്നോ നാളെയോ ആയിട്ട് തീർക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് തീർക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ്സും കാണണം. കൂടാതെ നമുക്ക് MCQ സെക്ഷൻസ് വരുമ്പോൾ ഇതിൽ നിന്ന് എക്സ്ട്രാ നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്ന വിശ്വാസത്തോടെ അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.